നമസ്കാരം. 2015 മാർച്ച് 31 INS സുമിത്ര ഗൾഫ് ഓഫ് ഏഥനിലൂടെ ഡിജിബോട്ടിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ഒത്തിരിയേറെ കപ്പലുകൾ കടന്നു പോകുന്ന പാതയാണ് ഈ ഗൾഫ് ഓഫ് ഏഥൻ എന്ന് പറയുന്നത്. ഇവിടെ ഈ മുംബൈയിൽ നിന്ന് ഒമാൻ, യമൻ വഴി ഗൾഫ് ഓഫ് ഏഥനിലെത്തി അവിടെ നിന്ന് ഈ ഡിജിബോട്ടിക്ക് സമീപത്തുകൂടി റെഡ് സീയിലേക്ക് കപ്പലുകൾ കടക്കും. റെഡ് സീ വഴി മുന്നോട്ട് പോകുമ്പോഴാണ് സുയസ് കനാൽ വഴിയാണ് മെഡിറ്ററേനിയൻ കടലിലേക്ക് കടക്കുന്നത്. ലോകത്തെ ഏറ്റവും അധികം ട്രാഫിക് ഉള്ള ഒരു മേഖലയാണിത്. മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് സുയസ് കനാൽ വഴി റെഡ് സീയിൽ കടന്ന് റെഡ് സീ വഴി ഇവിടെ ഡിജിബോട്ടിയുടെ സമീപത്തെത്തി അവിടെ നിന്ന് ഗൾഫ് ഓഫ് ഏഥൻ വഴി അറബിക്കടലിലേക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കും പോകുന്ന കപ്പലുകൾ ഒരുപാട് എണ്ണമുണ്ട്. ആ കപ്പലുകൾ ലക്ഷ്യമിടുന്ന ഒത്തിരിയേറെ കൊള്ളക്കാർ ഇവിടെ യമനിലുണ്ട്. യമനിലുള്ള ആ കൊള്ളക്കാരിൽ നിന്ന് കപ്പലുകളെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ യുദ്ധക്കപ്പലുകൾ ഈ കടലിൽ സ്ഥിരമായി സർവീസ് നടത്തുന്നത്. വാണിജ്യ കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കുക എന്നുള്ളതാണ് ഇവിടെയുള്ള INS സുമിത്രയുടെ ലക്ഷ്യം. INS സുമിത്ര നമ്മുടെ യുദ്ധക്കപ്പലാണ്. INS സുമിത്രയുടെ കമാൻഡർ മൊഗഷിക്ക് 31-ാം തീയതി രാത്രിയോട് അടുപ്പിച്ച് ദില്ലിയിൽ നിന്ന് ഒരു സന്ദേശം കിട്ടി. ഗൾഫ് ഓഫ് ഏഥൻ എന്നറിയപ്പെടുന്ന ഏഥൻ ഉൾക്കടലിൽ വാണിജ്യ കപ്പലുകൾക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന INS സുമിത്രയെ എത്രയും പെട്ടെന്ന് ഏഥൻ തുറമുഖത്തേക്ക് കൊണ്ടുവരാനുള്ള നിർദ്ദേശമാണ് ദില്ലിയിൽ നിന്ന് കമാൻഡർ മൊഗഷിക്ക് ലഭിക്കുന്നത്. ആ സന്ദേശം മൊഗഷിക്ക് ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. യമനിൽ ഒരു ആഭ്യന്തര കലാപം നടക്കുകയാണ്. സൗദി പിന്തുണയ്ക്കുന്ന ഒരു സേനയും വിമത സേനയും തമ്മിൽ അതിശക്തമായ യുദ്ധമാണ് യമനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സൗദിയുടെ യുദ്ധവിമാനങ്ങൾ യമനിലെ വിമതരുടെ പ്രധാന സങ്കേതങ്ങളൊക്കെ ബോംബിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദിയുടെ കയ്യിൽ മാത്രമേ പ്ലെയിൻ ഉള്ളൂ, യമന്റെ കയ്യിൽ പ്ലെയിൻ ഇല്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്. യമന്റെ ആകാശം പൂർണ്ണമായും സൗദിയുടെ നിയന്ത്രണത്തിലാണെന്നാണ്. സൗദി യുദ്ധവിമാനങ്ങൾ പ്രധാനപ്പെട്ട യമൻ തുറമുഖങ്ങളൊക്കെ ബോംബിട്ട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ INS സുമിത്രയുടെ കമാൻഡറായ മൊഗഷിയോട് ആ കാര്യം ആവശ്യപ്പെട്ടത്. യമനിൽ കുടുങ്ങിപ്പോയിരിക്കുന്ന ഇന്ത്യക്കാരെ അവിടെ നിന്ന് സുരക്ഷിതമായി രക്ഷിച്ച് ഡിജിബോട്ടിയിൽ എത്തിക്കണം. ഡിജിബോട്ടിയിൽ അവിടെ നിന്ന് അവരെ കൊണ്ടുപോകാനായി വേറെ സംവിധാനങ്ങളുണ്ട്. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയിലേക്കാണ് കമാൻഡർ മൊഗഷിയും അദ്ദേഹത്തിന്റെ ടീമും ചെല്ലേണ്ടത്. ഡിജിബോട്ടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് INS സുമിത്രയോട് ഏഥനിലേക്ക് പോകാനായി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടത്. കമാൻഡർ മൊഗഷിയുടെ കയ്യിൽ ഏഥൻ തുറമുഖത്തെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മാപ്പുമില്ല. ഏഥൻ തുറമുഖം എവിടെയാണെന്നുള്ള കാര്യം പക്ഷെ അവർക്കറിയാം. ആ തുറമുഖം ലക്ഷ്യമിട്ടുകൊണ്ട് യാത്ര തിരിക്കുന്നതിന് മുന്നോടിയായി കമാൻഡർ മൊഗഷി അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾക്ക് ഇന്റർകോമിലൂടെ വ്യക്തമായ നിർദ്ദേശം കൊടുത്തു. അദ്ദേഹം യഥാർത്ഥത്തിൽ ആ യുദ്ധക്കപ്പൽ ഉണ്ടായിരുന്ന ഭടന്മാരെ ചെറു ഗ്രൂപ്പുകളായി തിരിക്കുകയായിരുന്നു. ഓരോ ഗ്രൂപ്പിനും ചുമതലകൾ വീതം വെച്ചു കൊടുത്തു. ശരിക്കും യുദ്ധം നടക്കുന്ന ഒരു തുറമുഖത്തേക്കാണ് കമാൻഡർ മൊഗഷി INS സുമിത്രയെ എത്തിക്കേണ്ടത്. അതുകൊണ്ടാണ് അദ്ദേഹം നേരത്തെ കൂട്ടി ചുമതലകൾ വീതം വെച്ചത്. ഏഥൻ തുറമുഖത്തേക്ക് യുദ്ധക്കപ്പൽ അടുപ്പിക്കാൻ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് യുദ്ധക്കപ്പലിലെ ഭടന്മാരും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഓർമ്മിക്കും. US-ന്റെ USS കോൾ എന്ന കൂറ്റൻ യുദ്ധക്കപ്പൽ അൽ-ഖ്വയ്ദയുമായി ബന്ധപ്പെട്ട ആളുകൾ ആക്രമിക്കുകയും 17 ഭടന്മാരെ കൊല്ലുകയും ചെയ്തത് ഈ ഏഥൻ തുറമുഖത്ത് വെച്ചാണ്. ഏത് സമയത്ത് വേണമെങ്കിലും അവിടെ ഒരു ആക്രമണം നടത്താൻ ഭീകരന്മാർ ഉണ്ടെന്നുള്ളതാണ് ആ വാർത്ത വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഏഥൻ തുറമുഖത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ചോദ്യങ്ങൾ കമാൻഡർ മൊഗഷിക്കൊപ്പമുള്ള ടീം അംഗങ്ങൾ ചോദിച്ചു തുടങ്ങിയത്. മൊഗഷി അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ വ്യക്തമായ ഉത്തരം നൽകിയതിനു ശേഷമാണ് അവർക്ക് ഓരോരുത്തർക്കുമുള്ള ചുമതലകൾ വീതം വെച്ചത്. INS സുമിത്രയിലെ ഭടന്മാരെ വിവിധ ടീമുകളാക്കി തിരിച്ചപ്പോൾ അതിൽ ഒരു ടീം 8 അംഗങ്ങളുള്ള മാർക്കോസ് ആണ്. അവർക്കൊരു പ്രത്യേക ചുമതലയുണ്ട്. തുറമുഖത്ത് എത്തുമ്പോൾ അവരാണ് ആദ്യം തുറമുഖത്തേക്ക് നീങ്ങേണ്ടത്. അതിനുവേണ്ടി പ്രത്യേക ബോട്ടുകളും ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ അവർക്കുണ്ട്. മറ്റൊരു ടീം INS സുമിത്രയ്ക്ക് ചുറ്റുമുള്ള സെക്യൂരിറ്റി സംവിധാനം ഉറപ്പാക്കാൻ ചുമതലപ്പെട്ടവരാണ്. നമ്മൾ കൈയൊക്കെ അണുക്കൾ കയറാതെ സാനിറ്റൈസ് ചെയ്യും പോലെ INS സുമിത്രയ്ക്ക് ചുറ്റും സുരക്ഷാ കവചം ഒരുക്കുന്ന ജോലി അവർക്കാണ്. INS സുമിത്ര ഏഥൻ തുറമുഖത്തേക്ക് അടക്കുമ്പോൾ ആ തുറമുഖത്ത് INS സുമിത്രയെ തകർക്കാൻ പറ്റുന്ന ഒരു സംവിധാനവും ഇല്ല എന്ന് ഉറപ്പാക്കേണ്ട ചുമതലയാണ് ആ ടീമിനുള്ളത്. 2 ടീമുകൾ INS സുമിത്രയുടെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും ശൈലിയിലുള്ള ആക്രമണം INS സുമിത്രയ്ക്ക് നേരെ ഉണ്ടായാൽ തിരിച്ചടിക്കാൻ തയ്യാറായിട്ടാണ് അവരുടെ നിപ്പ്. 2015 മാർച്ച് 31 ഉച്ചയായപ്പോൾ INS സുമിത്രയിലെ നാവികർക്ക് അങ്ങ് ദൂരെയായി
ഏതൻ തുറമുഖം കാണാൻ പറ്റുന്നുണ്ട്. INS സുമിത്ര ഏതൻ പോർട്ടിന് ഏകദേശം ഒരു 50 കിലോമീറ്റർ അടുത്തെത്തുമ്പോൾ തന്നെ അവർക്ക് ശബ്ദം കേൾക്കാം. വെടിവെപ്പിന്റെയും ബോംബ് സ്ഫോടനത്തിന്റെയും ശബ്ദം അത്ര ദൂരത്തുനിന്ന് പോലും കേൾക്കാൻ പറ്റുന്നുണ്ട്. സൗദി യുദ്ധവിമാനങ്ങൾ കരയിൽ മാത്രമല്ല കടലിലും ബോംബ് വർഷിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ആ ബോംബുകൾ ഉണ്ടാക്കുന്ന സ്ഫോടനങ്ങൾ INS സുമിത്രയ്ക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഒരു യുദ്ധം ഏതൻ തുറമുഖത്ത് നടക്കുകയാണ്. INS സുമിത്ര തുറമുഖത്തോട് അടുക്കും തോറും ഒരു കാഴ്ച കൂടി അവർക്ക് വ്യക്തമാണ്. കത്തുന്ന ആ നഗരത്തിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന പുക അത് വളരെ വളരെ വിസിബിൾ ആണ്. ഏതൻ തുറമുഖത്തെ ഏതാണ്ട് പൂർണ്ണമായും സൗദി ബോംബിട്ട് നശിപ്പിച്ചിരിക്കുകയാണ്. ഈ തുറമുഖത്ത് നിന്ന് ഏകദേശം 22 കിലോമീറ്റർ വരെ INS സുമിത്ര എത്തി. ഇപ്പോ INS സുമിത്രയിലെ കമാൻഡർ മൊഗഷിക്കും മറ്റ് സൈനികർക്കൊക്കെ നഗ്ന നേത്രങ്ങൾ കൊണ്ടുപോലും ഏതൻ തുറമുഖത്തെ കാണാം. അവിടുന്ന് ആകാശത്തേക്ക് ഉയരുന്ന പുകയും കത്തുന്ന ബിൽഡിങ്ങുകളും ഒക്കെ കപ്പലിൽ നിന്ന് കാണാവുന്ന അത്രയും അടുത്താണ്. കമാൻഡർ മൊഗഷിയുടെ നിർദ്ദേശപ്രകാരം INS സുമിത്ര കടലിൽ നങ്കൂരമിട്ട് നിൽക്കുകയാണ്. ഇനി അവർക്ക് ഏതൻ തുറമുഖത്തേക്ക് മൂവ് ചെയ്യണമെങ്കിൽ സൗദി അറേബ്യയുടെ പെർമിഷൻ വേണം. സൗദി അറേബ്യ ഏതാണ്ട് പൂർണ്ണമായിട്ട് തന്നെ ആ നിമിഷത്തിൽ യമന് മുകളിലുള്ള മുഴുവൻ എയർ സ്പേസും കൺട്രോൾ ചെയ്യുകയാണ്. അവരുടെ ജെറ്റ് വിമാനങ്ങൾ തലങ്ങും വിലങ്ങും ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സൗദി അറേബ്യ സമ്മതിക്കാതെ ഏതൻ തുറമുഖത്തേക്ക് ഒരു കപ്പലിനും മൂവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഏതൻ തുറമുഖത്തിലെ സാധാരണഗതിയിലുള്ള എല്ലാ ഓപ്പറേഷൻസും അവിടുത്തെ അധികാരികൾ റദ്ദ് ചെയ്തിരിക്കുകയാണ്. കമാൻഡർ മൊഗഷി ബൈനോക്കുലറിലൂടെ കത്തുന്ന ഏതൻ തുറമുഖത്തെ വ്യക്തമായി നോക്കി കാണുകയാണ്. ഏതൻ തുറമുഖത്തേക്ക് ഇനിയുള്ള യാത്ര തികച്ചും അപകടകരമാണ്. സൗദിയുടെ ആ ജെറ്റ് വിമാനങ്ങൾ ബോംബ് വർഷം നിർത്തിയാലല്ലാതെ ഏതൻ തുറമുഖത്തേക്ക് കപ്പലിന് നീങ്ങാൻ പറ്റില്ല. സൗദി ഏതാനും മണിക്കൂർ നേരത്തേക്കെങ്കിലും ബോംബിംഗ് നിർത്തിയാലേ പറ്റൂ. ആ ആവശ്യം കമാൻഡർ മൊഗഷി ദില്ലിയിലുള്ള അദ്ദേഹത്തിന്റെ ഹയർ ഓഫീസേഴ്സിനെ അറിയിച്ചു. യമനിലുള്ള ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെയും യമന്റെ തലസ്ഥാനമായ സനാസില ഉള്ളത്. ഏതനിൽ നിന്ന് 400 കിലോമീറ്റർ ദൂരെയുള്ള ആ ഉദ്യോഗസ്ഥർക്ക് ഏതിനുമായിട്ട് ഇപ്പോൾ ഒരു കണക്ഷനുമില്ല എന്നതാണ് സത്യം. കമാൻഡർ മൊഗഷിയുടെ ആവശ്യം സ്വാഭാവികമായിട്ടും ദില്ലി വഴി സനാസിൽ അറിഞ്ഞിട്ടുണ്ട്. സനാസിലുള്ള ഉദ്യോഗസ്ഥർ ഏതനിലുള്ള ഒരു ഇന്ത്യൻ സ്കൂളിന്റെ പ്രിൻസിപ്പലിന്റെ നമ്പർ കമാൻഡർ മൊഗഷിക്ക് കൊടുത്തു. അദ്ദേഹം മാത്രമാണ് ഇപ്പൊ ഏതനിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഏക കക്ഷി. കമാൻഡർ മൊഗാഷി ആ സ്കൂൾ പ്രിൻസിപ്പലിനെ വിളിച്ചു. ഭാഗ്യത്തിന് ഫോൺ കണക്ട് ആയി. ഏതൻ തുറമുഖത്ത് പെട്ടുപോയിരിക്കുന്ന ഇന്ത്യക്കാരായ ആളുകളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് തങ്ങൾ എത്തിയിരിക്കുന്നതെന്നുള്ള കാര്യം കമാൻഡർ മൊഗഷി പ്രിൻസിപ്പളെ അറിയിച്ചു. ആ ആളുകളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിൽ പ്രിൻസിപ്പളിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയാണ് യഥാർത്ഥത്തിൽ മൊഗഷിക്ക് വേണ്ടത്. മൊഗാഷി പറഞ്ഞ കാര്യങ്ങൾ കേട്ടതും പ്രിൻസിപ്പൽ മൊഗാഷിയോട് പറഞ്ഞു, സർ, വൈകുന്നേരം 5:30 ശേഷമുള്ള ഒരു ഓപ്പറേഷനും ശരിയാകില്ല. അത് തികച്ചും അപകടകരമാണ്. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ മാത്രമേ INS സുമിത്ര അങ്ങോട്ട് വന്നുകൊണ്ട് കാര്യമുള്ളൂ. സന്ധ്യയായി കഴിയുമ്പോൾ 2 കാര്യങ്ങൾ സംഭവിക്കും. ഭീകരന്മാർ പട്ടണം കീഴടക്കും. 2, ആ ഭീകരന്മാരെ ലക്ഷ്യമിട്ടുകൊണ്ട് സൗദി ജെറ്റ് വിമാനങ്ങൾ ബോംബ് വർഷം ആരംഭിക്കുകയും ചെയ്യും. ശരിക്കും യുദ്ധം നടക്കുന്നത് രാത്രിയിലാണെന്ന് അർത്ഥം. അതുകൊണ്ട് തന്നെ ആ പകലിൽ അവിടെ നിന്ന് ആളുകളെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ അതിന് ശ്രമിക്കാവൂ എന്നാണ് പ്രിൻസിപ്പൽ ഫോണിലൂടെ കമാൻഡർ മൊഗാഷിയോട് പറഞ്ഞത്. കമാൻഡർ മൊഗാഷി പ്രിൻസിപ്പലിനോട് സംസാരിക്കുമ്പോൾ വൈകുന്നേരം 4 മണിയാണ്. സന്ധ്യയാകുന്നതിന് മുമ്പ് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് പ്രിൻസിപ്പൽ മൊഗാഷിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. INS സുമിത്ര ഏതൻ തുറമുഖത്തേക്ക് മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു കാഴ്ച കൂടി നമ്മുടെ നാവികർ കണ്ടു തുടങ്ങുകയാണ്. ഏതൻ തുറമുഖത്തിലും സമീപത്തും റോഡിലും വീടുകളിലും മറ്റ് ബിൽഡിങ്ങുകളിലും ഒക്കെ ലൈറ്റുകൾ കത്തി തുടങ്ങുകയാണ്. എന്ന് പറയുമ്പോൾ ആ മേഖലയിൽ നല്ല ഇരുട്ടായി തുടങ്ങിയെന്ന് അർത്ഥം. ഇരുട്ട് കൂടുന്തോറും ആളുകളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിന്റെ അപകട സാധ്യതയും കൂടും. ശരിക്കും അസാധ്യമായ ഒരു മിഷനാണ് ക്യാപ്റ്റൻ മൊഗാഷിക്കും ടീമിനും ഇനി മുതൽ ഏറ്റെടുക്കേണ്ടത്. മൊഗാഷി ഉടൻ തന്നെ മാർക്കോസ് എന്ന് വിളിക്കപ്പെടുന്ന 8 അംഗങ്ങളടങ്ങിയ കമാൻഡോസിനെ രംഗത്തിറക്കി. ആ കമാൻഡോസ് ഒരു ബോട്ടിൽ INS സുമിത്രയ്ക്ക് മുന്നേ സഞ്ചരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആ ബോട്ടിലെ കമാൻഡോസിന് വ്യക്തമായ ഒരു ടാർഗറ്റ് ഉണ്ട്. INS സുമിത്ര കടന്നു വരുന്ന പാത അപകടരഹിതമാക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. ഒരു തരത്തിലുമുള്ള അപകടവും INS സുമിത്രയ്ക്ക് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഒരു പെട്രോൾ ബോട്ട് പോലെ ആ ബോട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ആ ബോട്ടിലുള്ള 8 കമാൻഡോസും അസാൾട്ട് റൈഫിളുകൾ റെഡിയാക്കി വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഏതെങ്കിലും ശൈലിയിലുള്ള ഒരു ആക്രമണത്തിന്റെ ലക്ഷണം കണ്ടാൽ ആ സമയത്ത് തന്നെ അവരെ തീർക്കാനുള്ള തയ്യാറെടുപ്പോടു കൂടി തന്നെയാണ് നമ്മുടെ കമാൻഡോസ് നിൽക്കുന്നത്. ശരിക്കും ഇരുട്ടി തുടങ്ങിയിരിക്കുകയാണ്. ആ ഇരുട്ടത്ത് ആ 8 കമാൻഡോസിനെ കൊണ്ട് ബോട്ട് സാവധാനം ഏതൻ തുറമുഖത്തേക്ക് നീങ്ങി തുടങ്ങി.
കമാൻഡോസ് കയറിയ ആ ബോട്ട് ഏതൻ തുറമുഖത്തോട് അടുത്ത് വരുന്തോറും അവരുടെ ശ്രദ്ധ അവിടെയുള്ള മറ്റ് ബോട്ടുകളിലേക്ക് പതിയുകയാണ്. സന്ധ്യ ആയതിനു ശേഷം അവിടേക്ക് വന്ന ബോട്ടുകൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ ലേശം ബുദ്ധിമുട്ടാണ്. എന്നാലും ആ ഒരു ശ്രമമാണ് നമ്മുടെ കമാൻഡോസ് നടത്തുന്നത്. USS കോളിനെ തകർത്ത ഭീകരന്മാർ INS സുമിത്രയെ തകർക്കാനായി എന്തെങ്കിലും സൂത്രപ്പണികൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഒരു തോന്നൽ നമ്മുടെ കമാൻഡോസിനുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കാണുന്ന സകല ബോട്ടുകളും സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ കമാൻഡോസ് ആ തുറമുഖത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. തുറമുഖത്തോട് അടുക്കും തോറും നമ്മുടെ കമാൻഡോസിന് അനുഭവപ്പെടുന്നത് ഒരു വല്ലാത്ത ശാന്തതയാണ്. തികച്ചും നിശബ്ദമാണ് ഇപ്പോൾ അവിടെ. കമാൻഡോസ് കയറിയ ബോട്ട് തുറമുഖത്ത് അടുപ്പിച്ചു. അവർ കരയിലേക്ക് ഇറങ്ങി. ലോഡ് ചെയ്ത ഗണ്ണുകളുമായി ആ കമാൻഡോസ് ആ പരിസരം മുഴുവൻ നിരീക്ഷിക്കുകയാണ്. ആ പരിസരത്തൊന്നും ഒരു മനുഷ്യനുമില്ല. അവിടെ ആരുമില്ല എന്ന് പൂർണ്ണമായും ഉറപ്പായതും കമാൻഡോസ് INS സുമിത്രയ്ക്ക് ആ മെസ്സേജ് അയച്ചു. യാത്രാപഥം സുരക്ഷിതമാണ്, പോർട്ടിലേക്ക് വരാം. ആ മെസ്സേജ് INS സുമിത്രയ്ക്ക് കിട്ടിയതും കമാൻഡർ മൊഗഷി INS സുമിത്രയെ ഏതൻ പോർട്ടിലേക്ക് നയിച്ചു. ഏതൻ തുറമുഖത്തേക്കുള്ള INS സുമിത്രയുടെ യാത്ര സുഗമമായി നടത്താൻ ആവശ്യമായ ഒരു മാപ്പും കമാൻഡർ മൊഗഷിയുടെ കയ്യിൽ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം റിയൽ ടൈം പിക്ചർ ലഭിക്കാൻ വേണ്ടി ആശ്രയിച്ചത് ദില്ലിയാണ്. ദില്ലിയിലും മുംബൈയിലുമുള്ള നമ്മുടെ നാവിക കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് INS സുമിത്രയെ ആ ഏതൻ തുറമുഖത്തേക്ക് സാവധാനം കമാൻഡർ മൊഗഷി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു യുദ്ധക്കപ്പൽ ഒരു പോർട്ടിലേക്ക് അടുക്കുമ്പോൾ വളരെ വളരെ ശ്രദ്ധിക്കണം. ആ പോർട്ടിൽ ആ യുദ്ധക്കപ്പലിന് കടക്കാൻ കഴിയുന്ന ശൈലിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. അവിടുത്തെ ചാലികൾ കപ്പലുകൾ അടുക്കാൻ പറ്റുന്ന ശൈലിയിൽ ആഴമുള്ളവ ആണോ എന്ന് പോലും കൃത്യമായി അറിഞ്ഞുകൂടാതെയാണ് ഇപ്പോൾ INS സുമിത്ര ആ ഭാഗത്തേക്ക് വരുന്നത്. INS സുമിത്രയും പോർട്ടും തമ്മിലുള്ള അകലം കൃത്യം 7 കിലോമീറ്റർ ആയപ്പോൾ കരയിലുള്ള കമാൻഡോസിന്റെ ലീഡർ കമാൻഡർ മൊഗഷിയെ ബന്ധപ്പെട്ടു. ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് കമാൻഡോസിന്റെ ലീഡർ മൊഗഷി വിളിച്ചത്. കുറേയേറെ ഇന്ത്യക്കാർ ആ പോർട്ടിൽ തലങ്ങും വിലങ്ങും സൂക്ഷിച്ചിരിക്കുന്ന കണ്ടെയ്നറുകളുടെ അകത്ത് കയറി ഇരിക്കുന്നുണ്ടെന്നുള്ള വിവരമാണ് കമാൻഡേഴ്സിന്റെ ലീഡർ മൊഗഷി അറിയിച്ചത്. ആ ഇന്ത്യക്കാർ ശരിക്കും ഭയന്നിരിക്കുകയാണ്. കണ്ടെയ്നറുകൾക്ക് അകത്ത് ശബ്ദമുണ്ടാക്കാതെ അവർ കയറി ഇരുന്നിട്ട് നേരം ഒരുപാടായിരിക്കുന്നു. ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അവർ ആ കണ്ടെയ്നറുകൾക്കകത്ത് കയറി പറ്റിയതാണ്. 350 ആളുകളാണ് കണ്ടെയ്നറുകളിൽ കയറി ഒളിച്ചു താമസിക്കുന്നത്. ആ 350 ആളുകളെയാണ് INS സുമിത്രയ്ക്ക് രക്ഷിക്കാനുള്ളത്. വൈകുന്നേരം 7:45 ആയപ്പോ INS സുമിത്ര ഏതൻ തുറമുഖത്ത് അടുത്തു. ഏതൻ തുറമുഖത്ത് INS സുമിത്ര അടുത്തതും ഒരു യമൻ ഉദ്യോഗസ്ഥൻ ആ കപ്പലിനടുത്തേക്ക് വന്നു. ഉപേക്ഷിക്കപ്പെട്ട ആ തുറമുഖത്ത് അപ്പോഴും യമൻ സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു. അദ്ദേഹം കമാൻഡർ മൊഗഷിയോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ആളുകളെ ഇവിടുന്ന് രക്ഷിച്ചുകൊണ്ടു പോകാൻ പരമാവധി 45 മിനിറ്റ് എടുക്കാം. കമാൻഡർ മൊഗഷിയോട് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് വളരെ വളരെ ലളിതമായ ഒരു കാര്യമാണ്. അടുത്ത 3/4 മണിക്കൂറിനകത്ത് ആ 350 ആളുകളെയും കയറ്റി സ്ഥലം വിട്ടോളണം. ഏത് സമയത്ത് വേണമെങ്കിലും സൗദി യുദ്ധവിമാനങ്ങൾ മടങ്ങി വരാം എന്നതിന്റെ സൂചനയാണ് അയാളുടെ വാക്കുകളിലുള്ളത്. വിവിധ രാജ്യങ്ങളിൽ പ്രതിനിധീകരിക്കുന്ന ആളുകൾ യമനിലുണ്ട്. ആഭ്യന്തര യുദ്ധം കൊടുപിരി കൊണ്ടതും അവർ പലരും രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തുറമുഖങ്ങൾ ലക്ഷ്യമാക്കി ഓടിയിട്ടുണ്ട്. അങ്ങനെയാണ് പലരും ഏതൻ തുറമുഖത്ത് എത്തിയിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ ഏതൻ തുറമുഖത്തെ ആ കണ്ടെയ്നറുകൾക്ക് അകത്ത് കയറി ഒളിച്ചിരിക്കുന്നവരിൽ ചിലരെങ്കിലും മറ്റു രാജ്യക്കാരാണ്. ഇന്ത്യൻ സർക്കാർ INS സുമിത്രയുടെ കമാൻഡറായ മൊഗഷിയോട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്താനാണ്. എന്ന് പറയുമ്പോൾ അവിടെ കൂടി നിൽക്കുന്ന ആളുകളിൽ നിന്ന് ഇന്ത്യക്കാരെ കണ്ടുപിടിക്കാനായി സ്വാഭാവികമായിട്ടും ഒരു പരിശോധന അനിവാര്യമാണ്. മുഴുവൻ ആളുകളുടെയും ഡോക്യുമെന്റ് പരിശോധിച്ച് മാത്രമേ അവരെ കപ്പലിലേക്ക് കയറ്റിവിടാൻ പറ്റൂ. അതൊരു വലിയ ടാസ്ക്കാണ്. 350 ആളുകളുടെ ഡോക്യുമെന്റ് പരിശോധിക്കുക എന്ന് പറയുമ്പോൾ 1 മിനിറ്റ് വീതം ഒരാൾക്ക് വേണ്ടി എടുത്താലും 350 മിനിറ്റ് വേണം. ഏകദേശം 6 മണിക്കൂർ പരിശോധിക്കാൻ വേണ്ടി മാത്രം വേണമെന്ന് അർത്ഥം. അപ്പൊ ഇന്ത്യക്കാരല്ലാത്ത ആളുകളെ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഡോക്യുമെന്റ് പരിശോധന നടത്തിയേ പറ്റൂ. ആ സമയത്താണ് മറ്റൊരു റിസ്ക് കൂടി കടന്നു വരുന്നത്. ശരീരത്തിൽ ബോംബ് വെച്ച് കെട്ടി ആൾക്കൂട്ടത്തിനിടയിൽ വന്ന് സ്ഫോടനം നടത്തി സ്വയം മരിക്കാൻ തയ്യാറായി ഇറങ്ങുന്ന ആളുകളുണ്ട്. ലോകത്തെമ്പാടും വൻ നാശനഷ്ടങ്ങൾ വിതച്ചത് ആ ശൈലിയിലുള്ള ഭീകര പ്രവർത്തകരാണ്. വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് വിമാനം ഇടിച്ചു കയറ്റിയ ആ 21 ആളുകളും സൂയിസൈഡ് ബോംബേഴ്സ് ആയിരുന്നു. രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയ ആളും സൂയിസൈഡ് ബോംബറായിരുന്നു. ലോകത്ത് എല്ലായിടത്തും ആത്മഹത്യ ചെയ്യാൻ റെഡിയായി ഇറങ്ങുന്ന ആളുകൾ വലിയൊരു ത്രെട്ട് തന്നെയാണ്. ഇവിടെ ഈ ഏതൻ തുറമുഖത്ത് നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താനായി നമ്മൾ ശ്രമിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൂയിസൈഡ് ബോംബർ കപ്പലിനുള്ളിൽ കയറിപ്പറ്റി
കപ്പൽ വെച്ച് ബോംബ് പൊട്ടിച്ചാൽ ഇന്ത്യയുടെ ആ യുദ്ധക്കപ്പൽ തകർന്ന് തരിപ്പണമാകും. അതുകൊണ്ട് തന്നെ പരിശോധന അനിവാര്യമാണ്. അതേ സമയത്ത് തന്നെ മറ്റു വിഷയമുണ്ട്. അവിടെ INS സുമിത്രയിൽ യാത്ര ചെയ്യാനായി എത്തിയിരിക്കുന്ന ആ 350 ആളുകളും കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ അനുഭവിച്ചത് ജീവിതത്തിൽ അവർക്ക് മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ജീവിതം കൊണ്ട് നേടിയത് മുഴുവൻ ഉപേക്ഷിച്ചിട്ട് ഓടി വന്നിരിക്കുന്ന ആളുകളാണ്. അവരെ കപ്പലിലേക്ക് കടത്താൻ വേണ്ടി കർക്കശമായ പരിശോധന നടത്തുമ്പോൾ അവർ പലരും വല്ലാണ്ട് തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അത് മനസ്സിലാക്കിയ കമാൻഡർ മൊഗാഷി അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങൾക്ക് വ്യക്തമായ നിർദ്ദേശം കൊടുത്തു. പരിശോധിക്കുമ്പോൾ ഒരു മനുഷ്യത്വത്തോടു കൂടിയുള്ള പരിശോധന നടത്താനാണ് അദ്ദേഹം ടീം അംഗങ്ങളെ മുഴുവൻ പറഞ്ഞു പഠിപ്പിച്ചത്. കപ്പലിലേക്ക് ആളുകളെ പരിശോധിച്ച് കടത്തിവിടുന്ന സമയത്ത് ആദ്യം അവിടെ എത്തിയ 8 അംഗ കമാൻഡോസ് ഈ സംഭവം നടക്കുന്നതിന് പുറത്ത് കാവൽ നിൽക്കുന്നത്. രാത്രിയിൽ ഇരുട്ടത്ത് ആ മേഖലയിലേക്ക് ഏതെങ്കിലും ശൈലിയുള്ള അറ്റാക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് തടുക്കാൻ വേണ്ടിയാണ് ആ 8 അംഗങ്ങൾ അസൾട്ട് റൈഫിളുകളുമായി അങ്ങനെ കാത്തു നിൽക്കുന്നത്. ആ കമാൻഡോസിന് തൊട്ടു പുറകിലാണ് 350ഓളം വരുന്ന ആ യാത്രക്കാർ. അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന ആളുകളുടെ അടുത്തായി ഒരു ക്വിക്ക് റെസ്പോൺസ് ടീമുണ്ട്. അസൾട്ട് റൈഫിളുകളും ലൈറ്റ് മെഷീൻ ഗണ്ണുകളുമായി ആ ടീം അങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഏതെങ്കിലും ശൈലിയിലുള്ള ഒരു അട്ടിമറി അവിടെ എങ്ങാനും ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് ഇടപെടാൻ വേണ്ടിയാണ് അവരങ്ങനെ കാത്തു നിൽക്കുന്നത്. കപ്പലിനുള്ളിലേക്ക് കയറുമ്പോൾ അവിടെ 2 ഭാഗത്തായി 2 കമാൻഡോസ് അങ്ങനെ ഗണ്ണുമായി കാത്തു നിൽക്കുകയാണ്. അതിനു മുകളിൽ മറ്റൊരു ടീമും കാത്തു നിൽപ്പുണ്ട്. യാത്രക്കാരെ പരിശോധിക്കുന്ന ടീം അവരുടെ ജോലി ചെയ്യുമ്പോൾ ആ എൻഡയർ സംവിധാനത്തിനും സുരക്ഷ ഒരുക്കുന്ന ജോലിയാണ് ഈ പറഞ്ഞ കമാൻഡോസിനുള്ളത്. യുദ്ധം അതിശക്തമായി നടക്കുന്ന ഒരു മേഖലയിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകാമെന്നുള്ളത് കൊണ്ടാണ് കമാൻഡർ മൊഗാഷി ആ ശൈലിയിൽ ഒരു തയ്യാറെടുപ്പ് നടത്തിയത്. ഇസ്രായേൽ നിർമ്മിത ഗാലിൽ 7.62 സ്നൈപ്പർ റൈഫിളുകളാണ് കപ്പലിൽ നിൽക്കുന്ന ആളുകളുടെ കയ്യിലുള്ളത്. ആ സ്നൈപ്പർ ധാരികൾ കപ്പലിലേക്ക് കയറുന്ന ആളുകളെയും ചുറ്റുപാടും ഒക്കെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുട്ടത്തും അവർക്ക് കാഴ്ച ലഭിക്കാനുള്ള നൈറ്റ് വിഷൻ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് അവർ ചുറ്റും നിരീക്ഷിക്കുന്നത്. ബോർഡിംഗ് ആരംഭിച്ചു. ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കപ്പലിലേക്ക് കടക്കുന്ന മുഴുവൻ ആളുകളുടെയും ഫോട്ടോ എടുക്കുന്നുണ്ട്. സ്കാനർ വഴി കടത്തി അവരെ കപ്പലിനുള്ളിലേക്ക് കടത്തിവിടുകയാണ്. അവരുടെ ലഗേജ് മറ്റൊരു സ്കാനർ വഴി പരിശോധിച്ച ശേഷം കപ്പലിന്റെ മറ്റു അറയിലേക്ക് നീക്കുകയാണ്. അതിവേഗമാണ് പിന്നീട് കാര്യങ്ങൾ നടക്കുന്നത്. INS സുമിത്ര എന്നാണ് പേരെങ്കിലും INS സുമിത്രയിൽ സ്ത്രീകളാരും സ്റ്റാഫായി ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ കപ്പലിലേക്ക് കയറ്റുന്ന സ്ത്രീകളെ പരിശോധിക്കുക എന്നുള്ളത് ലേശം ഒരു ബുദ്ധിമുട്ടായി മാറി. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും സസൂക്ഷ്മം പരിശോധിച്ചു മാത്രമേ കപ്പലിനുള്ളിലേക്ക് കയറ്റാൻ പറ്റൂ. സ്ത്രീകളെ പരിശോധിക്കാനുള്ള ചുമതല ആ ആൾക്കൂട്ടത്തിൽ തന്നെയുള്ള മുതിർന്ന സ്ത്രീകളെ കമാൻഡർ മൊഗാഷി ഏൽപ്പിച്ചു. ശരിക്കും അസാധാരണമായ സംനയനത്തോടു കൂടിയും അസാധാരണമായ കേപ്പബിലിറ്റിയോടു കൂടിയും ആ സ്ത്രീകൾ ആ കാര്യം കൃത്യമായി ചെയ്തു. സകലരും ഒരുമിച്ച് സഹകരിച്ചതിന്റെ ഫലമായി വളരെ വേഗത്തിൽ ബോർഡിംഗ് കംപ്ലീറ്റ് ചെയ്തു. കപ്പലിനുള്ളിൽ നമ്മുടെ നാവികർക്ക് താമസിക്കാനുള്ള മുറികളൊക്കെയാണല്ലോ ഉള്ളത്. ആ മുറികളിലേക്കും ഡോക്കുകളിലേക്കും ഒക്കെയായി ഈ യാത്രക്കാരെ കയറ്റി. കപ്പലിനകത്ത് ഉണ്ടായിരുന്ന ഭക്ഷണ സാധനങ്ങൾ അവരുമായിട്ട് നമ്മുടെ നാവികർ പങ്കുവച്ചു. 36 മണിക്കൂറിന് മുമ്പ് ഭക്ഷണം കഴിച്ച ആളുകൾ വരെ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് വിശന്ന് തളർന്നുപോയ അവർക്ക് കപ്പലിൽ നിന്ന് കിട്ടിയ ഭക്ഷണം ഒരു വല്ലാത്ത അമൃതായി മാറുകയാണ്. കപ്പലിനകത്തുണ്ടായിരുന്ന ആഹാര സാധനങ്ങൾ യാത്രക്കാരുമായി പങ്കുവയ്ക്കാൻ നാവികർക്കും ശരിക്കും ഉത്സാഹമായിരുന്നു. ഏതനിൽ നിന്ന് ദിജിബൌട്ടിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് 7 മണിക്കൂറാണ്. മുഴുവൻ യാത്രക്കാരും കപ്പലിലേക്ക് കയറിയതിനു ശേഷം ആ തുറമുഖത്തിന് കാവൽ നിന്ന് ആദ്യം അവിടെ ഇറങ്ങിയ ആ 8 കമാൻഡേഴ്സും കൂടി കപ്പലിലേക്ക് കയറി. സകലരും കപ്പലിലേക്ക് കയറി തുടങ്ങിയതും അവിടുന്ന് കപ്പൽ മൂവ് ചെയ്തു. പിറ്റേന്ന് ഏപ്രിൽ 1 രാവിലെ 7 മണിയോടുകൂടിയാണ് കപ്പൽ ദിജിബൌട്ടിയിൽ എത്തിയത്. രാവിലെ 7 മണിക്ക് ദിജിബൌട്ടിയിൽ INS സുമിത്ര എത്തുമ്പോൾ അവിടെ വൻതോതിൽ ചാനലുകൾ തമ്പടിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ ചാനലുകളുടെ പ്രതിനിധികൾ മാത്രമല്ല, മിക്കവാറുള്ള ഇന്റർനാഷണൽ ചാനലുകളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുന്ന യമനിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു രാജ്യം അവരുടെ പൗരന്മാരെ രക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൻ വാർത്താ പ്രാധാന്യമാണ് ആ സംഭവം ഉണ്ടാക്കിയത്. അവിടെ INS സുമിത്രയെ സ്വീകരിക്കാനായി എത്തിയതിൽ ഒരാൾ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പിലെ സഹമന്ത്രി ജനറൽ VK സിംഗ് ആണ്. INS സുമിത്രയിൽ കൊണ്ടുവന്ന 350 ആളുകളെയും ദിജിബൌട്ടിയിൽ ഇറക്കി കഴിഞ്ഞപ്പോഴാണ് അടുത്ത ഓർഡർ കമാൻഡർ മൊഗാഷിക്ക് ലഭിക്കുന്നത്. യമന്റെ വടക്ക് പടിഞ്ഞാറുള്ള അൽ ഹുദായത്തിലേക്ക് ഉടൻ തന്നെ INS സുമിത്രയെ കൊണ്ടുപോകാനുള്ള നിർദ്ദേശമാണ് കമാൻഡർ മൊഗാഷിക്ക് ലഭിച്ചത്.
യമന്റെ ചെങ്കടൽ ഭാഗത്താണ് അൽ ഹുദായത്ത്. ആ മേഖലയിൽ അതിശക്തമായ സംഘടന നടക്കുകയാണ്. ഏതനിൽ നിന്ന് ദിജിബോട്ടിയിലെത്തിയ INS സുമിത്രയോടാണ് ഇവിടെ അൽ ഹുദായത്തിലേക്ക് ചെല്ലാനായിട്ട് സർക്കാർ ആവശ്യപ്പെട്ടത്. ഏതൻ ഉൾക്കടലിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിലേക്ക് കടക്കുന്ന ഈ ഭാഗം ശരിക്കും പ്രശ്നമുള്ള മേഖലയാണ്. ഈ സമുദ്രതീരങ്ങളിലൊക്കെ വിമതരുടെ ശക്തി കേന്ദ്രങ്ങളായതുകൊണ്ട് ഈ ഭാഗത്ത് അതിശക്തമായ ബോംബ് വർഷം സൗദി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. INS സുമിത്ര ഇതുവഴി കടന്നാണ് ഇവിടെ അൽ ഹിദായത്തിൽ എത്തേണ്ടത്. യമനിലെ അതിശക്തരായ താബറ്റ് സഹോദരന്മാരുടെ എണ്ണ ശുദ്ധീകരണ ശാലകൾ സ്ഥിതി ചെയ്യുന്നത് ഈ അൽ ഹുദായത്തിലാണ്. അൽ ഹുദായത്തിലുള്ള താബറ്റ് സഹോദരന്മാർ വിമതരെ സഹായിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സൗദി ആ എണ്ണ ശുദ്ധീകരണ ശാലകൾ ബോംബിട്ട് തകർത്തിരിക്കുകയാണ്. ഏപ്രിൽ 1 നടന്ന ആ വ്യോമ ആക്രമണത്തിൽ 30 ജോലിക്കാരാണ് കൊല്ലപ്പെട്ടത്. ഇവിടെയുള്ള എണ്ണ ശുദ്ധീകരണശാലയിലും അനുബന്ധ ഫാക്ടറികളിലും ഒത്തിരിയേറെ ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ രക്ഷപ്പെടുത്താനുള്ള ചുമതലയാണ് കമാൻഡർ മൊഗാഷിക്ക് ലഭിച്ചിരിക്കുന്നത്. ഏതനിലേക്ക് പോയതുപോലെ എളുപ്പമല്ല അൽ ഹുദായത്തിലേക്ക് പോകുന്നത്. വൻതോതിൽ അപകടം ആ മേഖലയിലുണ്ട്. അതുമാത്രമല്ല, ഈ ഏതൻ ഉൾക്കടലിൽ നിന്ന് ചെങ്കടലിലേക്ക് കടന്ന് മുന്നോട്ട് പോകുന്ന കപ്പലുകൾ യമന്റെ തീരത്തിന് സമീപത്തൂടി പോകുമ്പോൾ ഏതാണ് സുരക്ഷിതമായ പാത എന്ന് കാണിക്കുന്ന മാപ്പ് ഉണ്ടാകേണ്ടതാണ്. പക്ഷെ അത്തരത്തിലുള്ള ഒരു മാപ്പും ഇപ്പോ നമ്മുടെ കമാൻഡർ മൊഗഷിയുടെ കയ്യിലില്ല. മാപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഊഹം വെച്ച് മാത്രമേ ഈ തുറമുഖത്തേക്ക് ചെല്ലാൻ പറ്റൂ. തുറമുഖത്തിന് ചുറ്റും പലപ്പോഴും പലതരത്തിലുമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കും. ആ സുരക്ഷാ ക്രമീകരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കി മാത്രമേ കപ്പലുകൾ തുറമുഖത്തേക്ക് അടുപ്പിക്കാൻ പറ്റൂ. കപ്പലുകൾ കടന്നു ചെല്ലാനുള്ള ചാലുകളുണ്ട്. ആ ചാലുകൾ വഴി മാത്രമേ കപ്പലിന് തുറമുഖത്തേക്ക് കടക്കാൻ പറ്റൂ. ഇവിടെ ആ ചാലുകൾ എവിടെയാണെന്നും ഏതാണ് അങ്ങോട്ടേക്ക് എത്തേണ്ട വഴിയെന്നും വ്യക്തമാക്കുന്ന മാപ്പുകൾ ഒന്നും തന്നെ തൽക്കാലം കമാൻഡർ മൊഗഷിയുടെ കയ്യിലില്ല. കമാൻഡർ മൊഗഷിൻ ടീമും ദിജിബോട്ടിൽ നിന്ന് ചെങ്കടലിലേക്ക് കടന്ന് യമൻ തീരത്തേക്ക് അടുത്തു വരുമ്പോൾ അവർക്ക് ആ ശബ്ദം കേൾക്കാം. ജെറ്റ് വിമാനങ്ങൾ അൽ ഹുദായത്തിലേക്ക് വരുന്ന ശബ്ദമാണ് അവർ കേട്ടത്. സൗദിയുടെ അതിശക്തമായ വ്യോമ ആക്രമണം ആ സമയത്ത് നടക്കാൻ ഒരു കാരണമുണ്ട്. അൽ ഹുദായത്ത് ആ സമയത്ത് പൂർണ്ണമായും ഹൂതി കലാപകാരികളുടെ കൈവശമാണ്. ഇപ്പോ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കപ്പലുകളെ ആക്രമിക്കുന്ന അതേ ഹൂതികൾ ആ സമയത്ത് അൽ ഹുദായത്ത് കീഴടക്കിയിരിക്കുകയാണ്. ഏപ്രിൽ 2 ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് കമാൻഡർ മൊഗഷിയുടെ INS സുമിത്ര അൽ ഹുദായത്തിൽ എത്തുന്നത്. അൽ ഹുദായത്തിൽ INS സുമിത്ര നങ്കൂരമിടുമ്പോൾ ശരിക്കും അന്നേ ദിവസം ലോകത്തിലെ ഏറ്റവും അപകടകരമായ പോർട്ട് കൂടിയായിരുന്നു അൽ ഹുദായത്ത്. INS സുമിത്രയിലെ മുഴുവൻ ഭടന്മാരും ആയുധധാരികളായി അസൾട്ട് റൈഫിളുകളും റോക്കറ്റ് ലോഞ്ചറുകളും സബ് മെഷീൻ ഗണ്ണുകളുമായി കൃത്യമായി സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. പോർട്ട് പിടിച്ചെടുത്തിരിക്കുന്ന ഹൂതി കലാപകാരികളുടെ നേതാവ് കമാൻഡർ മൊഗഷിക്ക് കൊടുത്തത് 4 മണിക്കൂറാണ്. 4 മണിക്കൂറിനുള്ളിൽ അവിടെയുള്ള ഇന്ത്യക്കാർ മുഴുവൻ കയറ്റി അവിടെ നിന്ന് കപ്പലുമായി രക്ഷപ്പെട്ടോളണം. അത് കഴിഞ്ഞാൽ അവർക്ക് ഇന്ത്യൻ കപ്പലിന് സംരക്ഷണം നൽകാൻ കഴിയില്ലെന്നാണ് ഹൂതി കലാപകാരികളുടെ നേതാവ് കമാൻഡർ മൊഗഷിയോട് പറഞ്ഞത്. തലേദിവസം ഏതൻ പോർട്ട് വഴി ആളുകളെ കയറ്റിയുള്ള എക്സ്പീരിയൻസ് INS സുമിത്രയിലെ ഭടന്മാർക്കുള്ളത് കൊണ്ട് അതിവേഗം ആളുകളെ അവർ പരിശോധന കഴിഞ്ഞ് കപ്പലിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങളൊക്കെ അതിവേഗം കപ്പലിൽ കയറ്റുകയാണ്. അപ്പോഴാണ് ഒരു സ്ത്രീയും 7 കുട്ടികളും പരിശോധനയ്ക്കായി എത്തിയത്. ആ സ്ത്രീയുടെ കയ്യിൽ ആവശ്യമായ ഡോക്യുമെന്റ് ഉണ്ട്. പക്ഷെ ആ 7 കുട്ടികൾക്കും ഒരു തരത്തിലുള്ള ഡോക്യുമെന്റും ഇല്ല. കമാൻഡർ മൊഗഷിക്ക് അദ്ദേഹത്തിന്റെ മേലധികാരികളിൽ നിന്ന് നേരത്തെ തന്നെ വ്യക്തമായ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പൗരനാണെന്ന് തെളിയിക്കുന്ന രേഖയില്ലാത്ത ഒരാളെയും അവിടെ നിന്ന് കപ്പലിൽ കയറ്റി കൊണ്ടുവരണ്ട എന്നാണ് നിർദ്ദേശം. ഈ സ്ത്രീയുടെ കയ്യിലാണെങ്കിൽ ഇന്ത്യൻ പൗരയാണെന്ന് തെളിയിക്കാനുള്ള രേഖയുണ്ട്. പക്ഷേ അവരുടെ 7 മക്കൾക്കും ആ രേഖയില്ല. ശരിക്കും ആ ലേഡി പെട്ടുപോയിരിക്കുകയാണ്. കമാൻഡർ മൊഗഷി ഒരു നിമിഷം ആ സ്ത്രീയെയും ആ 7 കുട്ടികളെയും നോക്കിയിട്ട് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, അവരെ കൂടെ കയറ്റി വിട്ടേക്ക്. മനുഷ്യത്വപരമായ ഒരു തീരുമാനം എടുക്കുവാൻ താൻ ബാധ്യസ്ഥനാണെന്ന് തോന്നിയത് കൊണ്ട് ആ നിമിഷം മൊഗഷി അങ്ങനെ ഒരു തീരുമാനം എടുത്തതാണ്. ആ തീരുമാനം മൊഗഷി എടുത്തില്ലെങ്കിൽ ആ സ്ത്രീക്ക് ഒരിക്കലും ആ കുട്ടികളെ ഒഴിവാക്കിയിട്ട് കപ്പലിൽ രക്ഷപ്പെടാൻ പറ്റില്ല. അൽ ഹുദായത്തിൽ നിന്ന് 317 ആളുകളെയാണ് കമാൻഡർ മൊഗഷിയും ടീമും ചേർന്ന് രക്ഷിക്കുന്നത്. ചന്ദ്രപ്രകാശം ഇല്ലാത്ത ആ ദിവസം തുറമുഖത്തിലെ എല്ലാ ലൈറ്റുകളും ഓഫ് ചെയ്തിരിക്കുമ്പോൾ ശരിക്കും ബുദ്ധിമുട്ടിയാണ് INS സുമിത്ര ആ പോർട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നത്. തുറമുഖത്ത് നിന്ന് ഏകദേശം 45 കിലോമീറ്ററോളം കടലിനുള്ളിലേക്ക് കടന്നപ്പോൾ INS സുമിത്രയിലെ ഭടന്മാർ ആ കപ്പലിനകത്ത് കയറിപ്പറ്റിയ കുട്ടികൾക്കൊപ്പം കളിക്കാൻ തുടങ്ങി. ഒരുപാട് കുട്ടികളുണ്ട് ആ കപ്പലിൽ.
ആദ്യമായി കപ്പലിൽ കയറുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ആ കുട്ടികൾ കൗതുകത്തോടെ കപ്പലിലെ ഡെക്കുകളിലൂടെ ഓടി നടക്കുകയാണ്. കൊച്ചു കുട്ടികൾ മുതൽ അല്പം മുതിർന്ന കുട്ടികൾ വരെയുണ്ട്. ആ കുട്ടികൾക്കൊപ്പം ഏതാനും മണിക്കൂറുകൾ ആ നാവികരും കൂടി ശരിക്കും ഒന്ന് കളിച്ചു. ശരിക്കും സന്തോഷത്തോടു കൂടിയാണ് ആ കുട്ടികൾ ആ കളി കഴിഞ്ഞ് ഒന്ന് ഉറങ്ങുന്നത്. ഒരു യുദ്ധമാണ് നടക്കുന്നതെന്നും യുദ്ധത്തിനിടയിൽ നിന്ന് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയാണെന്നുള്ള ഫീലൊന്നും ആ കുട്ടികൾക്കില്ല. കുട്ടികൾക്ക് കടലും ആ ചുറ്റുപാടൊക്കെ കണ്ടപ്പോൾ വല്ലാത്തൊരു ആവേശം ഉണ്ടായതാണ്. ആ ആവേശത്തെ തകർത്ത് കളയാത്ത ശൈലിയിൽ ആ കുട്ടികൾക്കൊപ്പം കളിക്കാൻ നമ്മുടെ നാവികർ കാണിച്ച ആ മനസ്സാന്നിധ്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അൽ ഹുദായത്തിൽ നിന്നുള്ള ആളുകളെ ഡിജി ബോട്ടിൽ എത്തിച്ചപ്പോഴാണ് അടുത്ത സ്ഥലത്ത് ചെല്ലാനുള്ള ഓർഡർ വന്നത്. അത് ഏതിൽ നിന്ന് 480 കിലോമീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്താണ്. അൽ മുക്കല്ല എന്ന് പറയും. അവിടെയും ഇന്ത്യക്കാർ തടിച്ചു കൂടിയിരിക്കുകയാണ്. അൽ മുക്കല്ലയിൽ ഏപ്രിൽ 2 ഒരു വിഷയം ഉണ്ടായി. അൽ ഖ്വയ്ദയുടെ അതിശക്തമായ സാന്നിധ്യമുള്ള ഒരു മേഖലയാണ്. അൽ ഖ്വയ്ദയുടെ ആ ഭീകരന്മാർ ഏപ്രിൽ 2 പകൽ അവിടെ ഒരു ജയിലിലേക്ക് ഇടിച്ചു കയറുകയും ആ ജയിലിലെ അധികാരികളെ കൊലപ്പെടുത്തിയിട്ട് ജയിലിലുണ്ടായിരുന്ന മുഴുവൻ തടവുകാരെയും മോചിപ്പിക്കുകയും ചെയ്തു. അവരത് ചെയ്തത് അൽ ഖ്വയ്ദയുടെ ജയിലിൽ കിടക്കുന്ന ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടിയാണ്. അൽ മുക്കല്ലയിലെ ജയിൽ തകർത്ത് അവിടെയുള്ള തടവുകാരെയൊക്കെ പുറത്തെത്തിച്ച ആ അൽ ഖ്വയ്ദക്കാർ അടുത്തതായി ചെന്ന് കയറിയത് അവിടുത്തെ പ്രധാനപ്പെട്ട ബാങ്കിലാണ്. ഒരു വൻ കൊള്ളയാണ് ആ ബാങ്കിൽ തുടർന്ന് അവർ നടത്തിയത്. അതിന്റെ ഫലമായിട്ട് അൽ ഖ്വയ്ദക്കാരും യമൻ ദേശീയ സേനയും ഇവിടുത്തെ പ്രാദേശിക സേനയൊക്കെ റോഡിൽ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു സ്ട്രീറ്റ് ഫൈറ്റ് തന്നെ ഏപ്രിൽ 2 വൈകുന്നേരം മുതൽ അവിടെ നടക്കുകയാണ്. അപ്പോഴാണ് കമാൻഡർ മൊഗാഷിക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആ നിർദ്ദേശം കിട്ടുന്നത്. അനവധി ഇന്ത്യക്കാർ ഇവിടെ ഈ മേഖലയിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. അവരെ രക്ഷിക്കാനുള്ള നിർദ്ദേശമാണ് INS സുമിത്രയുടെ കമാൻഡറായ മൊഗാഷിക്കും ടീമിനും കിട്ടുന്നത്. INS സുമിത്ര ആ നിർദ്ദേശം ഏറ്റെടുക്കുമ്പോഴേക്കും ഇവിടെ അൽ മുഖല്ലയിൽ കുറഞ്ഞത് 15 ആളുകളെങ്കിലും കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ശരിക്കും തെരുവ് യുദ്ധം തന്നെയാണ് നടക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെപ്പ് നടക്കുന്നതുകൊണ്ട് ആ വെടിവെപ്പിനിടയിലൂടി ഒരു പരുവത്തിൽ ഓടി രക്ഷപ്പെട്ട ഇന്ത്യക്കാർ തുറമുഖത്തിനടുത്ത് പല സ്ഥലത്തായി കുടുങ്ങിക്കിടക്കുകയാണ്. പുറത്തോട്ടിറങ്ങിയാൽ ആ നിമിഷം അവർ കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഏപ്രിൽ 2 3 ഒക്കെ നടന്ന തെരുവ് യുദ്ധത്തിന് ചൂട് പിടിച്ചുകൊണ്ടാണ് പിന്നീട് കുപ്രസിദ്ധമായ അൽ മുക്കല്ല യുദ്ധം ഉണ്ടാവുന്നത്. അൽ മുക്കല്ല യുദ്ധത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. ആ യുദ്ധത്തിന്റെ കഥ മറ്റൊരു കഥയായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാം. 2015 ഏപ്രിൽ 5 അതിരാവിലെ അൽ മുക്കാല പോർട്ടിന് സമീപത്ത് INS സുമിത്ര എത്തിയെങ്കിലും INS സുമിത്രയ്ക്ക് അൽ മുക്കാലിലേക്ക് അടുക്കാനുള്ള അനുവാദം ലഭിക്കുന്നില്ല. അൽ മുക്കാല തുറമുഖം പൂർണ്ണമായും ആ നിമിഷത്തിൽ അൽ ഖ്വയ്ദയുടെ കൈവശമാണ്. അൽ മുക്കാല കീഴടക്കിയിരിക്കുന്ന അതേ അൽ ഖ്വയ്ദ ടീമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഏഥനിൽ USS കോൾ എന്ന ആ യുദ്ധക്കപ്പൽ തകർത്തത്. അവർ ആ പോർട്ട് പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനും അവരുമായി നടത്താൻ പറ്റില്ല. INS സുമിത്ര തുറമുഖത്തിനടുത്തേക്ക് നീങ്ങുകയാണെങ്കിൽ അവർ INS സുമിത്രയെ തകർക്കാനുള്ള സാധ്യതയുമുണ്ട്. USS കോള് തകർത്തതുപോലെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ചിലപ്പോ അവർ നടത്തിയേക്കും. അതുകൊണ്ട് തന്നെ INS സുമിത്രയെ അൽ മുക്കാലയ്ക്ക് സമീപത്തേക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ആലോചിക്കാനേ പറ്റില്ല. അൽ മുക്കാല കീഴടക്കിയിരിക്കുന്ന അൽ ഖ്വയ്ദയുടെ ശേഷിയെക്കുറിച്ച് വ്യക്തമായ ഒരു ഇൻഫർമേഷനും ആരുടെ കൈവശവുമില്ല. അവരുടെ കൈവശമുള്ള ആയുധങ്ങൾ എന്താണെന്നും എത്രയാണെന്നും അവിടെ എത്ര അൽ ഖ്വയ്ദക്കാരുണ്ടെന്നുള്ള ഒരു വിവരവും ആർക്കും ലഭ്യമല്ലാത്തത് കൊണ്ട് തന്നെ അൽ ഖ്വയ്ദയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അൽ മുക്കാല പോർട്ടിൽ കപ്പലടിപ്പിച്ച് അവിടെ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കുക എന്ന് പറയുന്നത് നടക്കാത്ത ഒരു കാര്യമാണ്. അൽ മുക്കാലയിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ രക്ഷിക്കുന്നതിനെ കുറിച്ച് കമാൻഡർ മൊഗാഷിയും അദ്ദേഹത്തിന്റെ ടീമുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരു ഇൻഫർമേഷൻ അവർ തേടിയെത്തുന്നത്. അൽ മുക്കാലയിൽ നിന്ന് 63 കിലോമീറ്റർ വടക്കോട്ട് ഒമാൻ തീരത്തേക്ക് നീങ്ങുമ്പോൾ ആ ഷിഖർ എന്ന് പറഞ്ഞ ഒരു ചെറിയ തുറമുഖമുണ്ട്. അവിടെയും കുറെ ഇന്ത്യക്കാർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നുള്ള വിവരമാണ് കമാൻഡർ മൊഗാഷിയെ ഇന്ത്യൻ സർക്കാർ അറിയിച്ചത്. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒമാനാണ്. ഒമാന് സമീപത്തുള്ള പെട്രോമാസിലിയ ഓയിൽ ടെർമിനലാണ് ഇപ്പോ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ആ ഭാഗത്ത് ഒരുപാട് ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവരെ കൂടി രക്ഷിക്കാനുള്ള ഉത്തരവാണ് കമാൻഡർ മൊഗാഷിക്ക് ലഭിച്ചിരിക്കുന്നത്. 2015 ആ ഷിഖർ യഥാർത്ഥത്തിൽ വ്യക്തമായ ജെട്ടി പോലും ഇല്ലാത്ത ഒരു പോർട്ടാണ്. തുറമുഖം ആണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാം. പക്ഷേ കപ്പലുകൾ അടുപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ INS സുമിത്രയെ ആഷിഖർ പോർട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യം നടക്കത്തില്ല. INS സുമിത്ര ഉൾക്കടലിൽ നിൽക്കുമ്പോൾ ബോട്ടുമായി ആ പോർട്ടിലേക്ക് നീങ്ങി അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ ബോട്ടിൽ കപ്പലിലേക്ക് കൊണ്ടുവരിക, അതാണ് നടത്താൻ കഴിയുന്ന കാര്യം. കമാൻഡർ മൊഗാഷിയും
അദ്ദേഹത്തിന്റെ ടീമംഗങ്ങളും അതിനെക്കുറിച്ച് വർക്കൗട്ട് ചെയ്തു. INS സുമിത്ര ഉൾക്കടലിൽ നങ്കൂരമിട്ട് കിടക്കുമ്പോൾ മാർക്കോസ് എന്ന് വിളിപ്പേരുള്ള 8 കമാൻഡോസിന്റെ ടീം ആ ഷിഖറിലേക്ക് യാത്ര തിരിച്ചു. അവർ ആഷിഗർ പോർട്ടിന് സമീപത്തേക്ക് വരുമ്പോഴാണ് രസകരമായ ഒരു കാഴ്ച കാണുന്നത്. 100 കണക്കിന് ബോട്ടുകൾ ആഷിഗർ പോർട്ടിൽ ആ സമയത്തുണ്ട്. ചെറുതും വലുതുമായ ഒത്തിരിയേറെ ബോട്ടുകൾ അവിടെ ഉണ്ടെന്ന് അർത്ഥം. മീൻപിടുത്ത വള്ളങ്ങളും മീൻപിടുത്ത ബോട്ടുകളും ഒക്കെയാണ് അവിടെ ഉള്ളത്. ആ ബോട്ടുകളിൽ ഏതെങ്കിലും അൽഖ്വയ്ദക്കാരുടേതാണോ എന്ന് തിരിച്ചറിയാൻ ഒരു മാർഗവുമില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു യുദ്ധക്കപ്പലിനെ ആ ശൈലിയിൽ ഉണ്ടായിരുന്ന ബോട്ടുകളിൽ ഒന്ന് ആക്രമിച്ചതും നശിപ്പിച്ചതും ഒരു വലിയ വാർത്തയാണ്. അൽഖ്വയ്ദയായിരുന്നു അതിന്റെ പിന്നിൽ. USS കോളിന്റെ ആക്രമണത്തിന് ശേഷം യമൻ തീരത്ത് ഒരു ആക്രമണം കൂടി ഉണ്ടാകുന്നത് അങ്ങനെയാണ്. അൽഖ്വയ്ദയുടെ ഭീകരന്മാർ പതിയിരിക്കുന്ന ഏതെങ്കിലും ബോട്ടുകൾ അവിടെ ഉണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിക്കുന്ന ചുമതല കൂടി നമ്മുടെ കമാൻഡോസിന് വരികയാണ്. മാർച്ച് 31 രാത്രി ഏതൻ തുറമുഖത്ത് INS സുമിത്ര അടുക്കുമ്പോൾ ആ കാര്യം ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നിപ്പോ ഏപ്രിൽ 5 ആണ്. ഇപ്പോ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇന്ത്യൻ സർക്കാർ നേതൃത്വം കൊടുക്കുന്ന രക്ഷാ ദൗത്യത്തെ കുറിച്ച് അറിയാം. ലോകത്തെ മുഴുവൻ ചാനലുകളും പത്രങ്ങളും ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ശരിക്കും ധൈര്യപൂർവ്വം അവരുടെ പൗരന്മാരെ കലാപകലുഷിതമായ യമനിൽ നിന്ന് രക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ ഇഷ്ടംപോലെ വരികയാണ്. അതുകൊണ്ട് തന്നെ ആ വാർത്ത സ്വാഭാവികമായിട്ടും അൽഖ്വയ്ദയുടെ ശ്രദ്ധയിലും പെടും. അൽഖ്വയ്ദയുടെ കീഴിലിരിക്കുന്ന ഈ അൽ മുക്കാല ഉൾപ്പെടുന്ന ഈ മേഖല അതുകൊണ്ട് തന്നെ ആ സമയത്ത് ലോകത്തെ ഏറ്റവും അപകടകരമായ സ്ഥലം കൂടിയാണ്. ലോകത്തെ ഏറ്റവും അപകടകരമായ സ്ഥലമെന്ന് സകല മാധ്യമങ്ങളും വിധി എഴുതിയ ആ സ്ഥലത്തേക്ക് കടന്നു ചെന്ന് അവിടെ അകപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്കാരെ രക്ഷിക്കാനുള്ള ചുമതലയാണ് യഥാർത്ഥത്തിൽ ഇപ്പോ കമാൻഡർ മൊഗഷിക്കും ടീമിനും ഉള്ളത്. ഈ കര പൂർണ്ണമായി അപകടകരമാണ്. കടലിലാണെങ്കിൽ 100 കണക്കിന് ബോട്ടുകളുണ്ട്. ആ ബോട്ടുകളിൽ ഏതാണ് അപകടകരമായ ബോട്ട്, ഏതാണ് നല്ല ബോട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യമാണ്. ആ സമയത്ത് INS സുമിത്രയിൽ നിന്നിറങ്ങിയ 2 ബോട്ടുകളും ഇവിടെ ഓയിൽ ടെർമിനൽ കമ്പനിയുടെ 2 ബോട്ടുകളും സംയുക്തമായി ഒരു അസാധ്യ ഉദ്യമം തന്നെ നടത്തി. ഈ കരയിലുണ്ടായിരുന്ന 203 ആളുകളെ ആ ബോട്ടുകളിൽ അവർ INS സുമിത്രയിലേക്ക് എത്തിച്ചു. INS സുമിത്രയിലെ ഭടന്മാരും നമ്മുടെ ബോട്ടുകളിലെ കമാൻഡോസും അവരുടെ കയ്യിലെ ഗണ്ണുകളിൽ ട്രിഗറിൽ തന്നെ വിരൽ അമർത്തി പിടിച്ചുകൊണ്ടാണ് ആ ദൗത്യം കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ സമയത്ത് ചില ബോട്ടുകളൊക്കെ INS സുമിത്രയ്ക്ക് സമീപത്തേക്ക് വന്നെങ്കിലും ആ ബോട്ടുകളെ നമ്മുടെ ഭടന്മാർ വിരട്ടി ഓടിച്ചു. ആ ബോട്ടുകൾ കണ്ടാൽ സാധാരണ ബോട്ടുകളായി തോന്നുമെങ്കിലും അവ ചിലപ്പോൾ അൽഖ്വയ്ദയുടെ സൂയിസൈഡ് ബോട്ടുകൾ ആകാനുള്ള സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവര് തുരത്തി ഓടിച്ചത്. ശരിക്കും അപകടകരമായ സാഹചര്യത്തിലാണ് ആ സമയത്ത് INS സുമിത്ര നങ്കൂരമിട്ടിരുന്നത്. INS സുമിത്രയുടെ സമീപത്തേക്ക് ആ ഓയിൽ ടെർമിനലിലെ 2 ബോട്ടുകളും INS സുമിത്ര എന്നുള്ള 2 ബോട്ടുകളും അല്ലാതെ ഒരു ബോട്ടുകളെയും അടുപ്പിക്കാൻ നമ്മുടെ ഭടന്മാർ സമ്മതിച്ചില്ല. ഏതെങ്കിലും ബോട്ടുകൾ ആ ഭാഗത്തേക്ക് വരുന്ന കണ്ടാൽ അവർക്ക് നേരെ തുരുതുര നിറയൊഴുക്കിയായിരുന്നു. വെടിവെപ്പ് ബോട്ടുകൾക്ക് നേരെ വരുന്ന കാണുമ്പോൾ അവർ ഒഴിഞ്ഞു മാറും. ഈ കലാപരിപാടി അങ്ങനെ നടന്നുകൊണ്ടിരിക്കെ നമ്മുടെ ആ 4 ബോട്ടുകളും ചേർന്ന് ആളുകളെ കപ്പലിലേക്ക് കയറ്റി. ശരിക്കും ജനിച്ചിട്ട് അധിക ദിവസം പ്രായമാകാത്ത ഒരു കൊച്ചു കുഞ്ഞിനെ ഉൾപ്പെടെ 203 പേരെയാണ് ആ ചുരുങ്ങിയ സമയം കൊണ്ട് ആ 4 ബോട്ടുകളും ചേർന്ന് കരയിൽ നിന്ന് INS സുമിത്രയിൽ എത്തിച്ചത്. ഏപ്രിൽ 7 INS സുമിത്ര ദിജിബൌട്ടിയിൽ ആ ആളുകളെയും കൊണ്ട് എത്തുമ്പോഴേക്കും 2 ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ കൂടി ദൗത്യത്തിൽ പങ്കെടുക്കാനായി അവിടെ എത്തിച്ചേർന്നു. INS താർക്കാഷും INS മുംബൈയും. INS താർക്കാഷും INS മുംബൈയും INS സുമിത്രയും ചേർന്ന് അതിനുശേഷം കുറച്ച് ദൗത്യങ്ങൾ കൂടി നടത്തി. ആകെ 9 ദൗത്യങ്ങളാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ആ 9 ദൗത്യങ്ങളും കംപ്ലീറ്റ് ആകുമ്പോൾ നമ്മൾ രക്ഷിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഇന്ത്യക്കാർ മാത്രമല്ല ഉണ്ടായിരുന്നത്, 26 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ആ രക്ഷിക്കപ്പെട്ട ആളുകളിൽ പാകിസ്ഥാനിൽ നിന്നുള്ള പ്രായമുള്ള ദമ്പതികളും ഉണ്ടായിരുന്നു. ആ ദമ്പതികൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമാണ് ഇന്ത്യൻ സർക്കാരിന്റെ ശ്രമം കൊണ്ട് അവരുടെ ജീവൻ മടക്കി കിട്ടിയ ആ നിമിഷം. 9 ദൗത്യങ്ങളിലൂടെ ആയിരക്കണക്കിന് ആളുകളെയാണ് ഇന്ത്യൻ കപ്പലുകൾ രക്ഷിച്ചത്. ഈ ദൗത്യങ്ങൾക്ക് നേതൃത്വം കൊടുത്ത കമാൻഡർ മൊഗഷിക്ക് ഭാരത സർക്കാർ ശൗര്യചക്ര പ്രഖ്യാപിച്ചു. ശൗര്യചക്ര വാങ്ങാനായി കമാൻഡർ മൊഗഷിക്ക് ദില്ലി പോകണം. കമാൻഡർ മൊഗഷിയുടെ സകല നേട്ടങ്ങളും ടിവിയിൽ കണ്ടുകൊണ്ട് കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ പിതാവ്. അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ തീരെ പറ്റാത്ത സാഹചര്യമാണ്. പ്രത്യേക വിമാനത്തിൽ കമാൻഡർ മൊഗഷിയുടെ പിതാവിനെ ദില്ലിയിൽ എത്തിച്ചു. 2016 മാർച്ച് 22 ദില്ലിയിൽ വെച്ച് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ വെച്ച് അച്ഛന്റെ സാന്നിധ്യത്തിലാണ് കമാൻഡർ മൊഗഷി ശൗര്യചക്ര അവാർഡ് ഏറ്റുവാങ്ങുന്നത്. ആ അവാർഡ് കമാൻഡർ മൊഗഷി ഏറ്റുവാങ്ങി 20 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ചു. അച്ഛന് മകൻ ഇന്ത്യയുടെ ഏറ്റവും വിശിഷ്ട മെഡലുകളിൽ ഒന്ന് ഏറ്റുവാങ്ങുന്നത് കാണാനുള്ള
ഭാഗ്യമുണ്ടായി എന്നതാണ് സത്യം. ഇവിടെ മറ്റു രാജ്യങ്ങളൊക്കെ മടിച്ചു നിന്ന സമയത്ത് സ്വന്തം പൗരന്മാരെ രക്ഷിക്കാനായി യുദ്ധക്കപ്പലിനെ ഇറക്കി ആ യുദ്ധക്കപ്പൽ വഴി ആളുകളെ രക്ഷിച്ച ദൗത്യം നമ്മൾ പറയാതെ പോകാൻ പാടില്ല എന്നതുകൊണ്ടുകൂടിയാണ് ഈ കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. 2015 മാർച്ച് 31 മുതൽ ഏപ്രിൽ 16 വരെയുള്ള ക്യാപ്റ്റൻ മൊഗഷിയുടെ ദൗത്യം സമാനതകളില്ലാത്ത ഒന്ന് തന്നെയാണ്. അദ്ദേഹം ആ ദൗത്യത്തിന്റെ മുന്നണി പോരാളിയായി നിൽക്കുന്ന സമയത്ത് ശരിക്കും സകല തീരുമാനങ്ങളും എടുക്കാൻ അയാൾ സ്വയം നിർബന്ധിതനാവുകയായിരുന്നു. വ്യക്തമായ മാപ്പുകളില്ലാതെ, വ്യക്തമായ ഇൻഫോർമേഷൻ ഇല്ലാതെ വളരെ ശ്രമകരമായി അദ്ദേഹം എടുത്ത ഓരോ തീരുമാനങ്ങളും ശരിക്കും വിജയകരമായി ഭവിക്കുകയായിരുന്നു. ഒരാളുടെ പോലും ജീവൻ നഷ്ടപ്പെടുത്താതെയാണ് അത്രയും ആളുകളെ രക്ഷിക്കാനുള്ള ദൗത്യം അദ്ദേഹം പൂർത്തീകരിച്ചത്. നമ്മൾ ശ്രദ്ധിക്കുക, അന്ന് ആ സമയത്ത് അദ്ദേഹം ചെന്ന എല്ലാ പോർട്ടുകളിലും വൻതോതിൽ ബോംബ് വർഷം നടക്കുകയായിരുന്നു, വൻതോതിൽ വെടിവെപ്പ് നടക്കുകയായിരുന്നു. ആ വെടിവെപ്പുകൾ നടക്കുമ്പോഴും ബോംബ് വർഷം നടക്കുമ്പോഴും കുലുങ്ങാതെ, ഒരാളെപ്പോലും നഷ്ടപ്പെടുത്താതെ ആളുകളെ രക്ഷിച്ച മൊഗാഷിയുടെയും അദ്ദേഹത്തിന്റെ ടീമിന്റെയും ആ ഐതിഹാസികമായ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യണം. താങ്ക് യു.